ശരിയെങ്കിൽ ഇനി ഒറ്റയ്ക്ക് വയ്ക്കൂ, ഞാൻ തിരിച്ചു പോവാ. ശരി സാർ, താങ്ക് യു വെരി മച്ച്. ഞാൻ സാറിന്റെ അടുത്ത് കൂടുതലൊന്നും ചോദിച്ചില്ല. പേര് സച്ചി എന്ന് മാത്രമേ അറിയാവൂ. വീണ്ടും എനിക്കൊന്ന് ബന്ധപ്പെടണമെന്ന് വെച്ചാൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഒരാളെ സഹായിക്കാൻ ആധാർ കാർഡ് വല്ലതും വേണം നമുക്ക്? വേണ്ടല്ലോ. എന്തായാലും എന്റെ കൈവശം അതുമില്ല കേട്ടോ. യാത്രക്കിടയിൽ എവിടെയോ കാണും ചിലപ്പോ. ശരി, പിന്നെ കാണാം നമുക്ക്. ടേക്ക് കെയർ. ഇവിടുന്ന് അല്പം ദൂരെയുള്ള വീട്ടിലേക്ക് വന്നിട്ട് പോയാൽ? ഏയ് വേണ്ടെങ്കിൽ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമല്ലോ അങ്കിളിന്? കുഴപ്പമില്ല സാർ, ഞാൻ പോയിക്കോളാം. വരട്ടെ സാർ, താങ്ക് യു വെരി മച്ച്. ഒരിക്കലും മറക്കില്ല ഞാൻ ഈ ഉപകാരം. എന്താ അങ്കിൾ ഇതൊക്കെ? അപ്പൊ ശരി, താനോടും വീട്ടിലേക്ക് ചെല്ല. അച്ഛന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോ സാറ് വീട്ടിലേക്ക് വരുന്നില്ലേ? ഇന്ന് വേണ്ട, ഞാൻ വേറൊരു ദിവസം വരാം. അതെന്താ സർ ഇന്ന് വേണ്ടാത്തത്? നേരത്തെ ആണെങ്കിൽ എന്ത് കാര്യത്തിനും വീട്ടിൽ വന്ന് അന്വേഷിച്ചു പോവായിരുന്നല്ലോ. ഇന്ന് എന്ത് പറ്റി? ഇപ്പോഴും വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സോറിഡോ, ഇപ്പൊ തന്റെ അച്ഛനോട് സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. താൻ പോയിട്ട് അച്ഛന്റെ കാര്യം അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കും പ്ലീസ്. ശരി സർ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സുരേഷ് ഭായ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക്, സോറി പഴയ വീട്ടിലേക്ക് ഞാൻ തന്നെ ഇപ്പോഴേ സ്വാഗതം ചെയ്യുന്നു. യു ക്യാൻ കം ദർ അറ്റ് എനി ടൈം. യെസ് സർ, തീർച്ചയായും. വലതുകാലം വെച്ച് ആ വീട്ടിലേക്ക് കയറി വരാൻ ഞാനും കാത്തിരിക്കാം. ബൈ സർ, ഗുഡ് നൈറ്റ്. ബൈ സുരേഷ് ഭായ്, ഗുഡ് നൈറ്റ്. ആ രാജാറാം, നീ ഇതെവിടെയാ രവി? നോക്ക്, ഇത് ശരിയാവും തോന്നുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി തുടരുന്നതിൽ എന്താ അർത്ഥമാ ഉള്ളത്? അർത്ഥവും വ്യാകരണമൊക്കെ പിന്നെ. നീ ആദ്യം കാര്യം പറയ രാജ. നീ എന്താ ഫോൺ വിളിച്ചിട്ടെടുക്കാത്തത്? വൈകുന്നേരം ഓഫീസിൽ നിന്ന് പുറപ്പെട്ട വിവരം സാന്ദ്ര മേഡത്തിനോട് പോലും പറഞ്ഞില്ല നീ. രവി, ഇറ്റ്സ് ഫൗൾ പ്ലേ യു ആർ പ്ലേയിങ്. ശരിയല്ലേ ഈ പോക്ക്? സോറി, I am not playing any game, Rajaram. I am trying to live a life. ശരി, ഓക്കെ. ഞാൻ എവിടെയാണെന്നാണ് തനിക്ക് അറിയേണ്ടതെങ്കിൽ പറയാം, കേട്ടോളൂ. ഞാൻ ഇന്ന് രാത്രി രാജനന്ദിനി വിലാസിലേക്കാണ് പോകുന്നത്. I am going to sleep there. അല്ല, ചിറ്റപ്പന്റെ റിസൾട്ടിന്റെ കാര്യം എന്തായി? അയ്യോ, റിസൾട്ടിന്റെ കാര്യമൊന്നും ചോദിക്കല്ലേ മായേ. ഇപ്പൊ തന്നെ ഇങ്ങേര് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിക്കളയും. സരോജ്, നീ കളിയാക്കണ്ട. ഞാൻ ആശുപത്രിയിൽ നിന്ന് റിസൾട്ട് വാങ്ങിക്കൊണ്ട് തിരികെ കടയിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അത് എടുക്കാൻ മറന്നു. ഗുളിക മരുന്ന് മാത്രം എടുത്തുകൊണ്ട് വന്നു. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. അതെ, ഇന്നത്തേക്ക് വയറു നിറയാനുള്ളത് ഈ വർത്താനത്തിൽ നിന്ന് കിട്ടി. ഇനി ഭക്ഷണം വേണമെന്നില്ല, ഞാൻ ഉറങ്ങാൻ കിടക്കുക.
ദയവ് ചെയ്ത് വിളിച്ച് ശല്യപ്പെടുത്തരുത് പ്ലീസ്. ആ അത് തന്നെ, പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നടന്നിരിക്കണം. ആ വീടിന് ചുറ്റും ഉടനെ തന്നെ CC ക്യാമറകൾ ഫിറ്റ് ചെയ്യണം. 5 അല്ല 10 ക്യാമറകൾ വേണ്ടിവരും. ഏത് ക്യാമറയാ വെക്കുന്നത്? ആ MI സെക്യൂരിറ്റി ക്യാമറ. ശരി, ഓക്കെ. ഓരോ നിമിഷവും അവിടെ എന്ത് നടക്കുന്നുവെന്ന് എനിക്ക് കൃത്യമായി അറിയണം. അതിനാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ആ ശരി, വെച്ചേക്ക്. എന്ത് കഷ്ടമാണ് നോക്ക്. ഈ രാത്രി തന്നെ ആ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്തായിരുന്നു? ട്രെയിൻ ട്രാക്ക് തെറ്റി ഓടുന്ന പോലെ ആയില്ലേ കാര്യങ്ങള്? എന്തിനവൻ ഈ സാഹസമൊക്കെ കാട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നേ ഇല്ല. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും അത് തന്നെ ചെയ്തോണ്ടിരിക്കും. ബ്ലഡി ഫൂൾ. ഏതായാലും ഞാൻ പറഞ്ഞ കേട്ടില്ലെന്ന് ഉറപ്പാ. അപ്പോഴിന് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. ശ്രീലക്ഷ്മി മാഡത്തെ കൊണ്ട് പറയിപ്പിക്കാം. ദാറ്റ്സ് ഇറ്റ്. എന്താടി ഉറങ്ങാറായില്ലേ നിനക്കിതുവരെ? കിടക്കാം മായേച്ചി. അച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോ ഉറക്കം താമസിക്കുമെന്ന സംശയം. അച്ഛന് കുഴപ്പമൊന്നുമില്ല. ശരീരത്തിന് അസുഖം വന്നാ ചികിത്സിക്കണം. പക്ഷെ മനസ്സിന് അസുഖം വന്നാ പിടിച്ച കിട്ടത്തില്ല. നീയായിട്ട് അതിന് ഇടവരുത്തരുത്.
അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാ മായച്ചി എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഉദ്ദേശിച്ചത് നീ മനസ്സിലാക്കിയത് തന്നെയാ. അമ്മമാര് പാവങ്ങളാ. മോളുടെ കരച്ചിലെ ഏങ്ങലടിയും കാണുമ്പോ പെട്ടെന്ന് മനസ്സെലിഞ്ഞ് കൂടെ നിന്ന് തന്നെന്ന് വരും. പക്ഷെ അച്ഛന്മാരങ്ങനെയല്ല. ഹൃദയം പാറയാക്കി വെക്കാൻ ശ്രമിക്കുന്നവരാ. മോൾ അതില് വെടിമരുന്ന് നിറച്ച് പൊട്ടിക്കരുത്. തകർന്ന കൂട്ടിച്ചേർക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടെന്നല്ല, നടക്കില്ല. നീ അത് മറക്കാതിരുന്ന ഈ കുടുംബത്തിന് കൊള്ളാം, നിനക്കും. നീ എന്താടി വന്നിവിടെ പ്രതിമ പോലെ നിൽക്കുന്നേ? ഒന്നുമില്ല. ഉറങ്ങും മുമ്പ് അച്ഛനൊന്ന് നോക്കിയതാ. നോക്കാനൊന്നുമില്ല. അങ്ങേര് കാണിക്കുന്നത് മുഴുവൻ കള്ളക്കളികളാ. നേരത്തെ നിർബന്ധിച്ച് കുളിക്കാൻ വിട്ടില്ലേ? തലേം തോർത്ത് ഇറങ്ങി വന്നതേ കള്ളക്കളി കുളിച്ചിട്ടാ. ഞാൻ ചെന്ന് നോക്കുമ്പോ തറയൊന്നും ഒട്ടും നനഞ്ഞിട്ടില്ലായിരുന്നു. കൊറേ ദിവസമായിട്ടേ പതിവില്ലാത്ത പെരുമാറ്റങ്ങളാ നിന്റെ അച്ഛന്റേത്. അല്ലമ്മ, എനിക്കൊരു സംശയം. അച്ഛൻ ഇനി നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതാലോചിക്കുമ്പോഴാ എനിക്ക് ചെറിയൊരു ടെൻഷൻ. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതേ അച്ഛനല്ല, നമ്മളാ. നീയും ഞാനും. തൽക്കാലം അത്രയ്ക്കൊന്നും ആലോചിക്കാതെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. അല്ല പിന്നെ അച്ഛാ, എവിടെ പോയി? എവിടെ പോയി? അമ്മേ, അച്ഛൻ എവിടെ പോയി? ഞാനും കണ്ടില്ലടി. രാവിലെ ചായ കൊണ്ട് കൊടുത്തിട്ടേ ചായ കുടിച്ച് തീർന്നിട്ട് കുളിക്കാനാ പറഞ്ഞത്. പിന്നീട് ചായ കുടിച്ച് തീർത്തിട്ടേ പെട്ടപാട് ആളിനെ കാണാനില്ല. എവിടെ പോയോ എന്തോ. അച്ഛനോട് ഗുളിക എപ്പോഴൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാന്നാ വെച്ചത്. ഇതിപ്പോ ആളിനെ കാണാനില്ല. ഫോൺ മാത്രം ദേ ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലടി മോളെ, ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുക. കുളിക്കാൻ പറയുമ്പോഴേ ഓരോ ഒളിച്ചു കളി. മുമ്പ് ദിവസം 2 നേരം കുളിച്ചോണ്ടിരുന്ന ആളാ. ഈ മനുഷ്യന് ഇത് എന്തു പറ്റിയോ എന്തോ. ശരി ശരി, ദേ ഗുളിക ഇവിടെ വെച്ചിട്ടുണ്ട്. അച്ഛൻ വരുമ്പോ സമയത്തെടുത്ത് കഴിക്കാൻ പറയണം. ദേ ഇതില് വെള്ള ഗുളിക രാവിലെ രാത്രി.
മഞ്ഞ ഗുളിക ശരീരവേദന ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ചെറിയ വെള്ള ഗുളിക രാവിലെ മാത്രം. ആ നീ ഇതവിടെ വെച്ചോ. മായ എഴുന്നേക്കട്ടെ. ഞാൻ അവളോട് പറഞ്ഞേ കഴിക്കാൻ പറയാം. ഞാൻ പറഞ്ഞാലേ എന്തെങ്കിലും ന്യായം പറയാൻ വരും. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. ആ പോകുമ്പോഴേ അച്ഛൻ വഴിയിലെങ്ങാനും നിൽക്കുന്നുണ്ടെങ്കിലേ പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ. ഇടയ്ക്കേ ആ നസീർക്കയുടെ വീട്ടിൽ പോയിരുന്ന രാഷ്ട്രീയം പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ആ എന്നാ പിന്നെ നീ പൊയ്ക്കോ, നോക്കിപ്പോണേ. ശരി അമ്മ. ഈ അച്ഛൻ എന്തെങ്കിലും ബാധ കൂടിയോന്നൊരു സംശയം. എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ പിടിതരില്ല. കുളിക്കാൻ 2 ബക്കറ്റ് വെള്ളം തികയാത്ത ആളാ. ഇന്നലെ കുളിക്കാൻ 2 കപ്പ് വെള്ളം തികച്ചെടുത്തോന്നാ സംശയം. ഇന്ന് കുളിക്കാൻ പറഞ്ഞപ്പോഴേ ദാ മുങ്ങി. എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ടല്ലോ. എന്താ അത്? മതി ബഹളം ഉണ്ടാക്കിയത്. ഇനി ഈ വീടിന്റെ ചുറ്റും കിടന്ന അഭ്യാസം കാണിച്ച കയ്യും കാലും തല്ലിയൊടിക്കും ഞാൻ. ചതിയന്മാരാ നീയൊക്കെ. ആദ്യം ഇവനെ കൊണ്ട് എന്താ കഴിക്കാൻ വേണ്ടെന്ന് വാങ്ങിക്കൊടുക്ക്. പിന്നെ ദൂരെ കൊണ്ട് വിട്ടേക്ക്. എന്നെ വിട്, എന്നെ വിടാൻ. ഇപ്പൊ വിടും. പക്ഷേ ഇനി മേലാൽ നിന്നെ ഈ ഏരിയയിൽ കണ്ട 3-ാം ദിവസം കുളത്തിലോ കായലിലോ പൊങ്ങും നിന്റെ ശവം. കൊണ്ടുപോകനെ. ഞാൻ ഉടനെ വരുന്നുണ്ട്. നാട്ടിൻതല സൂപ്പ് നിനക്കും കിട്ടും ഉടൻ തന്നെ. GD. ഈ വീടും ആ രാജനന്ദിനി വേറോസും ഒന്നും വേണ്ടായിരുന്നു. ഒന്നും ഏറ്റില്ല. രാത്രിയായപ്പോ കുഴമ്പ് തേച്ച് തരാമെന്നും പറഞ്ഞ് പെണ്ണുമ്പുള്ള ഒരേ വാശി. ഞാനാണെങ്കി ആശുപത്രിയിൽ വെച്ച ആവശ്യത്തിന് സൂചിയുടെ കുത്തൊക്കെ കൊണ്ട് വേദനിച്ചാ വന്ന് കിടന്നത്. ഈ ഹോസ്പിറ്റൽ കേസൊന്നും നമുക്ക് ശരിയാവില്ലപ്പാ. വലിയ ബുദ്ധിമുട്ടാണെന്നേ. കണ്ട എന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞപ്പോ സാറ് നിന്നിച്ചിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടുകാരോടങ്ങ് പറഞ്ഞേക്കുന്നേ. സത്യം പറഞ്ഞ എന്റെ അമ്മയും അങ്കിളിന്റെ വേറൊരു പതിപ്പ. ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് എന്നോട് പോലും പറഞ്ഞില്ല ടീച്ചറമ്മ. അങ്കിളിനെ അമ്മയും ഒരു നുഖത്തിൽ കെട്ടാന്നർത്ഥം. ഓ കെട്ടലോ കൂട്ടലോ എന്തോ ചെയ്താട്ടെ, ഒരു എതിർപ്പുമില്ല. അയ്യോ, വീട്ടിൽ വന്നയാളെ വേണ്ട വിധത്തിൽ ഉപചരിക്കാൻ മറന്നല്ലോ. സരോജോ മോളോ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ കൊന്ന് കൊല വിളിച്ചേനെ. ഒരു മിനിറ്റ് ഇരിക്കൂ സാർ, ഞാനൊരു ഇഞ്ചി ചായ ഇട്ടുകൊണ്ട് വരാം. വയറിന് ബെസ്റ്റാ. അയ്യോ, അങ്കിൾ ഒന്നും ചെയ്യണ്ടിപ്പോ. ഞാൻ ഉണ്ടാക്കിക്കോളാം ചായയൊക്കെ. ആ സാധനങ്ങളൊന്നും എടുത്തു തന്നാ മതി. ഞാനൊരു ഉഗ്രൻ ടീമേക്കറാ.
എന്നിട്ട് വേണം അതറിഞ്ഞിട്ട് സരോജനെ തൂക്കിക്കൊല്ലാൻ. കമോൺ അങ്കിൾ, എല്ലാത്തിനും ഇങ്ങനെ വീട്ടുകാരെ പേടിച്ചാൽ എങ്ങനെയാ? ഞാൻ ഉണ്ടാക്കുന്ന ചായ അങ്കിള് കുടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഈ സച്ചി ഇഞ്ചി ചായ ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാ. ഒരു പ്രാവശ്യം എന്റെ ചായ കുടിച്ചാലുണ്ടല്ലോ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിച്ചു കുടിക്കും. അത്രയ്ക്ക് ബെസ്റ്റ് ടീ മേക്കറാ ഞാൻ. സത്യമാണോ ഈ പറയുന്നേ? സാർ ഇഞ്ചി ചായ ഒക്കെ ഉണ്ടാക്കോ? വെയിറ്റ് ആൻഡ് സീ അങ്കിൾ. കിച്ചൺ അവിടെ അല്ലേ? ആ, കമോൺ മാർച്ച്. പാല്? ആ. സർ, ആ ഇന്ന് സ്റ്റാഫെല്ലാം അല്പം നേരത്തെ ഇറങ്ങാണ്. പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. എന്തുപറ്റി? നാളെ നമ്മുടെ ഉമാ മാഡത്തിന്റെ സിസ്റ്ററുടെ മാരേജ് ആണ്. ഓ, അല്പം കഴിയുമ്പോൾ റിസപ്ഷൻ തുടങ്ങും. സാർ പങ്കെടുക്കുന്നില്ലേ? ഗോഡ്, എന്നോട് പറഞ്ഞിരുന്ന ഇന്ന്. പക്ഷേ എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് സാർ. നോക്കട്ടെ, നാളെ മാരേജിൽ പങ്കെടുത്തുകളെ. ഓക്കെ സർ, ഞാൻ പറഞ്ഞേക്കാം ഉമാ മാഡത്തോട്. സമയമാകാറായല്ലോ. ഡോക്ടർ ദേവിക റാണിയെ കാണുന്നതിന് മുമ്പ് ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ആദ്യം അറിയേണ്ടത് ശ്രീലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിയാവുന്ന. എന്തായാലും വിളിച്ചോളാം. സർ, ആ വാ. തനത്തിയോ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ആഹാ, അതാണ് മനപ്പൊരുത്തോന്ന് പറയുന്നത്. ഓ, ഇന്നിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് കരുതി 2 മിനിറ്റ് സംസാരിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ ഞാൻ. അല്ല, സാറും തന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങിയേ? ഏയ്, ഒന്നുമില്ല. തന്റെ അച്ഛന്റെ റിസൾട്ടിനെ പറ്റി തനിക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് അറിയാമോ എന്ന് ചോദിക്കാനാ വിളിച്ചത്. ഇല്ല സർ, ഒന്നും അറിയില്ല എനിക്ക്. അതെന്താ? തനിക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിളിച്ചെന്ന് അന്വേഷിച്ചാ പോരായിരുന്നോ? അതൊക്കെ അച്ഛൻ അറിഞ്ഞ് ദേഷ്യപ്പെടും സർ. ഞാൻ ഇക്കാര്യത്തിൽ ആവശ്യമില്ലാതെ താല്പര്യം കാണിക്കുന്നുവെന്നേ അച്ഛൻ കരുതുള്ളൂ. ഓ, കഴിഞ്ഞ ദിവസം പോലും അച്ഛൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഒളിച്ചു വെക്കാറില്ലല്ലോ, നിന്നോട് പറയാത്തതായി എനിക്ക് എന്തെങ്കിലും ഉണ്ടോ മോളേന്ന്. ഞാൻ തന്നെ ചാരപ്പടി നടത്തിയാൽ അച്ഛന് വിഷമാവില്ലേ? അങ്ങനെ നോക്കുമ്പോ ഞാനാ അച്ഛനിൽ നിന്നും ചിലത് ഒളിപ്പിച്ചു വെക്കുന്നേ, നമ്മളെ പറ്റി തന്നെ. ഏയ് നോ, അത് ഒളിച്ചു വെച്ചതല്ലോ, പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു മാത്രം. ശ്രീലക്ഷ്മിയെ കാണാൻ വന്നതായിരിക്കും വിളിച്ചോണ്ട് പോവാൻ. ഇപ്പൊ കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണല്ലോ പലരും ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓഫീസ് കാര്യം എന്തിനാ കാറിൽ വെച്ച് സംസാരിക്കുന്നത്? ഓഫീസ് കാര്യം ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നത് തന്നെയല്ലേ അതിന്റെ ഒരു ശരിയായ രീതി. ഇവിടെ ഇപ്പൊ ഞാൻ വന്നത് ശ്രീലക്ഷ്മിയെ വിളിച്ചത് കറങ്ങാൻ പോവാൻ. സാധാരണ സിനിമ കാണാനും സർക്കസ് കാണാനും പോകാറാണ് പതിവ്. ഇന്നിപ്പോ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാൻ തീരുമാനിച്ചു. എനിക്കാണെങ്കിൽ പപ്പിയാന്റെ കൂടെ ക്ഷണിക്കാം. വെറുതെ സെൽഫി മാത്രം എടുത്താൽ പോരല്ലോ. വെള്ളച്ചാട്ടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരാൾ വേണ്ടേ? ചെറിയ പേയ്മെന്റ് ഒക്കെ കൊടുക്കാൻ ഞാൻ റെഡിയാ. താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ, കാറിൽ ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. വലിയ കളിതമാശയൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഓ, സന്തോഷം. അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിതരണം ചെയ്തേക്ക്. അതിനൊരു പേയ്മെന്റ് ഞാൻ ചേട്ടന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാം, പറഞ്ഞാ മതി. സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പപ്പിയാന്റെ ഇനി എന്ത് കരുതോ എന്തോ. എന്ത് കരുതിയാലും ഓക്കെയാണ്.
ഇനി പപ്പി ആന്റി ഇത്തരം ചോദ്യങ്ങൾ ആരോടും ചോദിക്കില്ല. അതെന്റെ ഗ്യാരണ്ടി. നടക്ക്, നമുക്ക് നമ്മുടെ വില്ലനെ കണ്ടുവരാം. ഓ സോറി, വില്ലനല്ല, നായികയുടെ അച്ഛൻ, സപ്പോർട്ടിംഗ് ക്യാരക്ടർ. നടക്ക്. ഗുഡ് ഈവനിങ്. അയ്യോ സാർ, സാർ ഈ നേരത്ത്? ഈ സമയത്ത് എന്താ, നല്ല സമയമല്ലേ? രാഹുകാലവും ഗുളികാലവും ഒന്നുമില്ലല്ലോ. ഏയ് അങ്ങനെയല്ല ഉദ്ദേശിച്ച സാർ. സാർ വരൂ, ഇങ്ങോട്ടിരിക്കാം. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഇല്ല, ചെറിയ മയക്കേ ഉള്ളൂ. ഞാൻ വിളിക്കാം. ശ്രീടച്ച, ശ്രീടച്ച, ശ്രീടച്ച ഒന്ന് എഴുന്നേറ്റ്. ധാര വന്നിരിക്കുന്നു നോക്ക്. ആര് വന്നാലെന്താ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ദയവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തല്ലേ സരോജ. ശ്രീടച്ച, ഇതാരാ വന്നേക്കുന്നു നോക്കിയേ. കുഴപ്പമില്ല, ഉറങ്ങിക്കോട്ടെ. ഞാൻ ചായ എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, കഴിച്ചു. വേണ്ട, ഇപ്പൊ കഴിച്ചുള്ളൂ. അല്ലല്ല മോളെ, ചേരെടുത്തിട്ടു, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഇരിക്കും. റിസൾട്ട് എവിടെ? അച്ഛൻ കൊണ്ടുവന്നില്ല. ഓ അത് ശരി. അപ്പൊ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ മനഃപൂർവ്വമാണ് റിസൾട്ട് അമ്മയും മോളെയും കാണിക്കുന്നത്.